ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച നിർദ്ദേശിച്ച ടോപ്പിക്ക് മോഷനിൻ്റെ പ്ലെയിൻ ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വെക്ടറിൻ്റെ റെപ്രസെൻറ്റേഷൻ, വെക്ടർ എന്താണെന്നും അതിനെന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻസ് ആണ്, നിർവചനങ്ങൾ. ഈ വെക്ടേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിർവചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് നോക്കാം. അതായത് ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് മോഡുലസ് ഓഫ് എ വെക്ടർ. മോഡുലസ് ഓഫ് എ വെക്ടർ. ഇപ്പോൾ മോഡുലസ് എന്ന് വെച്ചാൽ അതിൻ്റെ വില, മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ക്വാണ്ടിറ്റി ഈസ് കാൾഡ് മോഡുലസ്. ഫോർ എക്സാമ്പിൾ, ഒരു വെക്ടറിൻ്റെ വാല്യൂ പിന്നീട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 220 ന്യൂട്ടൺ ഐ ക്യാപ്പ്. അത് പിന്നീട് വരുന്നുണ്ട്. ഐ ക്യാപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇതൊരു ഫോഴ്സ് ആണെന്നും അതിൻ്റെ വാല്യൂ 20 ന്യൂട്ടൺ ആണെന്നുമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വില 20 ന്യൂട്ടൺ. ഈ ഐ ക്യാപ്പ് എന്ന് പറയുന്നത് ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന ഒരു ടേമാണ്. ഐ ക്യാപ്പ് അലോങ് എക്സ് ആക്സിസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, സപ്പോസ് ഇതാണ് ഒരു വെക്ടർ എങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എഴുതി വെക്കുന്നത് എന്നെങ്കിൽ രണ്ട് സൈഡിലും ഒരു വര എഴുതുക, ഓർ എ. വെറുതെ എ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വെക്ടറിൻ്റെ എ എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഈ സിമ്പിൾ എ എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ടേം, മോഡുലസ് ഓഫ് എ വെക്ടർ. ഇനി നെക്സ്റ്റ് ടേം യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ ആ പേരിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് യൂണിറ്റ് വെക്ടർ എന്നാണ്. അതിൻ്റെ സിമ്പൽ, ഇപ്പോൾ സപ്പോസ് ഇതാണ് വെക്ടർ എങ്കിൽ അതിൻ്റെ യൂണിറ്റ് വെക്ടറിന് നമ്മൾ സിമ്പൽ കൊടുക്കുന്നത് എയുടെ മുകളിൽ ഇങ്ങനത്തെ ഒരു സിമ്പൽ കൊടുക്കുക. ഇപ്പോൾ വിളിക്കുന്നത് എ ഹാറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എ ക്യാപ്പ് എന്ന് വിളിക്കാം. ഇപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ പറയും. ഒന്ന് എ ഹാറ്റ്, രണ്ട് എ ക്യാപ്പ്. ഹാറ്റ് ഓർ ക്യാപ്പ്. അപ്പോൾ എന്താ യൂണിറ്റ് വെക്ടർ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ 1. അതിനെ വിളിക്കുന്നത് ഡയറക്ഷനോ, ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്താണോ അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി വെക്ടർ. അങ്ങനെയുള്ള വെക്ടറിനെ വിളിക്കുന്നവരാണ് യൂണിറ്റ് വെക്ടർ. ഇനി തേർഡ് ടേം ഈക്വൽ വെക്ടർ. ഈക്വൽ വെക്ടർ ആ പേരിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇപ്പോൾ സപ്പോസ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അങ്ങനെ നമ്മൾ എങ്ങനെ സിംബലൈസ് ചെയ്യുന്നു പറഞ്ഞു, റെപ്രസെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എ ലൈൻ സെഗ്മെന്റ് വിത്ത് ആരോ ഹെഡ്. അപ്പോൾ നമ്മൾ ഇത് എ വെക്ടർ, ഇത് ബി വെക്ടർ. ഇനി രണ്ടിൻ്റെയും ലെങ്ത് സെയിം ആണ്, ഡയറക്ഷനും സെയിം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ടു വെക്ടേഴ്സ് ആർ സെയിം, then the vectors are said to be equal. ഇപ്പോൾ സെറ്റ് സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ സെയിം. അങ്ങനെയുള്ള വെക്ടറിനെ വിളിക്കുന്നവരാണ് ഈക്വൽ വെക്ടർ. ഫോർത്ത് വൺ നെഗറ്റീവ് വെക്ടർ. നെഗറ്റീവ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്,
പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ്. ഇപ്പോൾ എയും ബിന്റെയും മാഗ്നിറ്റ്യൂഡ് ലെങ്ത് സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വെക്ടർ എ ഇസ് ഈക്വൽ ടു മൈനസ് വെക്ടർ ബി എന്ന് എഴുതാം. അപ്പോൾ ഇതിന് വിളിക്കുന്നവരാണ് നെഗറ്റീവ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് വെക്ടർ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നാലാമത്തെ ടേമാണ് നെഗറ്റീവ് വെക്ടർ. ഇനി അഞ്ചാമത്തെ ടേം കോ ഇനിഷ്യൽ വെക്ടർ. നമ്മളിപ്പോൾ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോളാർ വെക്ടർ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ പോളാർ വെക്ടർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ടെർമിനേറ്റിംഗ് പോയിന്റ് ഉണ്ട്, മീൻസ് എൻഡിങ് പോയിന്റ് ഉണ്ട്. അപ്പോൾ കോ ഇനിഷ്യൽ വെക്ടർ ആ പേരിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഒരുപാട് വെക്ടേഴ്സ്, ഇതൊരു വെക്ടർ എ ആണ്, ഇതൊരു വെക്ടർ ബി ആണ്, ഇതൊരു വെക്ടർ സി ആണ്. പക്ഷേ ഈ മൂന്ന് വെക്ടറിൻ്റെയും ഇനിഷ്യൽ പോയിന്റ് ഒരിടത്തു നിന്നാണ് ആരംഭിച്ചെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം? കോ ഇനിഷ്യൽ വെക്ടർ. മീൻസ് ദീസ് വെക്ടേഴ്സ് ആർ ഹാവിംഗ് ദ സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റ്. അങ്ങനെയുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്നവരാണ് കോ ഇനിഷ്യൽ വെക്ടർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം കോ ടെർമിനസ് വെക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ടെർമിനസ്. ഞാൻ നോട്ടിൽ എഴുതി തന്നിട്ടില്ല, എന്നാലും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആറാമത്തെ ടേം ആയിട്ട് ചോദിക്കുകയാണ് കോ ടെർമിനസ്. എന്ന് വെച്ചാൽ പല വെക്ടേഴ്സിന്റെ എൻഡിങ് പോയിന്റ് ഒരിടത്താണെങ്കിൽ അങ്ങനെ നമുക്ക് ടെർമിനസ് എന്ന് വിളിക്കും. കോ ടെർമിനസ്. ഒരേ സമയത്ത് ഒരേ പോയിന്റ് എൻഡ് ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്യുന്നു, അവസാനിക്കുന്നു. അങ്ങനെയുള്ള വെക്ടറിനെ കോ ടെർമിനസ് എന്ന് വിളിക്കും. ഇനി ഞാൻ നോട്ടിൽ തന്നതിൻ്റെ അകത്ത് ആറാമത്തെ ടേം എന്ന് പറയുന്നത് കൊളീനിയർ വെക്ടേഴ്സ്. parallel vectors. The vectors are acting along the parallel straight line. ഒരു വെക്ടർ ഇങ്ങനെ പറയാം, എഴുതാം. ഈ വെക്ടർ ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറയാം. മാഗ്നിറ്റ്യൂഡ് മേ ഓർ മേ നോട്ട് ബി സെയിം. സെയിം ആണോ നിർബന്ധമൊന്നുമില്ല, വ്യത്യസ്തമാകാം. പക്ഷേ എങ്ങനെയായിരിക്കണം? പാരലൽ ആയിരിക്കണം, അല്ലെങ്കിൽ ആന്റി പാരലൽ ആയിരിക്കണം. മീൻസ് ഇങ്ങനെയായിരിക്കും എ ബി. ഇപ്പോൾ പാരലൽ ആകാം അല്ലെങ്കിൽ ആന്റി പാരലൽ ആകാം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വലും ആകാം, അൺഈക്വലും ആകാം. അങ്ങനെയുള്ള വെക്ടേഴ്സിന് വിളിക്കുന്നത് കൊളീനിയർ വെക്ടേഴ്സ്. പാരലായിട്ട് ആക്ട് ചെയ്യുന്ന വെക്ടേഴ്സ്. ഒന്നെങ്കിൽ അതേ ലൈനിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ പാരലായിട്ട് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആന്റി പാരലായിട്ട് പോകുന്നിരിക്കാം. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണോന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്നവരാണ് കൊളീനിയർ വെക്ടേഴ്സ്. ഇനി ഏഴാമത്തെ ടേം കോ പ്ലെയിനാർ വെക്ടേഴ്സ്. കോ പ്ലെയിനാർ ആ പേരിൻ്റെ അകത്ത് തന്നെ. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് മോഷനെ പ്ലെയിൻ മീൻസ് എയറോപ്ലെയിൻ ഒന്നുമല്ല, 2 ഡയമെൻഷൻ മോഷൻ. മീൻസ് രണ്ട് കോർഡിനേറ്റ് വേണം, എക്സ് വേണം, വൈ വേണം. ഇസഡ് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പോൾ നമുക്ക് എക്സും വൈയും ആയിട്ടുള്ള രണ്ട് കോർഡിനേറ്റ് ഉള്ളതാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഒരു ഉറുമ്പ് എന്താണ് ടേബിളിൻ്റെ മേലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? മോഷനെ പ്ലെയിൻ എന്ന് പറയാം. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരു മോഷൻ നമുക്ക് 3 ഡയമെൻഷൻ മോഷനായിട്ട് നമ്മൾ പറയുന്നില്ല, 2 ഡയമെൻഷനായിട്ട്. അതാണ് മോഷനെ പ്ലെയിൻ എന്നുള്ളത്. അപ്പോൾ കോ പ്ലെയിനാർ വെക്ടേഴ്സ് മീൻസ് ദേ ആർ ലൊക്കേറ്റിംഗ് ഇൻ ദ സെയിം പ്ലെയിൻ. ഒരേ പ്ലെയിനിൽ കിടക്കുന്ന വെക്ടേഴ്സ്. ഇതൊരു വെക്ടറാണ്, ഇത് മറ്റൊരു വെക്ടറാണ്, ഇത് മറ്റൊരു വെക്ടറാണ്. ഒരേ പ്ലെയിനിലാണ് വരച്ചെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? കോ പ്ലെയിനാർ വെക്ടേഴ്സ് എന്ന് വിളിക്കാം. കോ പ്ലെയിനാർ വെക്ടേഴ്സ്. ഇനി 8 ലോക്കലൈസ്ഡ് വെക്ടർ. ലോക്കലൈസ്ഡ് വെക്ടർ
ലോക്കലൈസ്ഡ് വെക്ടർ മീൻസ് ദർ ഇനിഷ്യൽ പോയിന്റ് ഫിക്സഡ് ആണ്. അതിനെ വെക്ടേഴ്സിനെ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. പക്ഷേ മൂവ് ചെയ്യുമ്പോൾ ഈ വെക്ടർ ഇങ്ങനെ മൂവ് ചെയ്യാം. പക്ഷെ മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇനിഷ്യൽ പോയിന്റ് ഫിക്സഡ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ലോക്കലൈസ്ഡ് വെക്ടർ എന്ന് വിളിക്കാം. ഇനി ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടേമാണ് 9th ആയിട്ട് ഞാൻ നോട്ട് തന്നിരിക്കുന്നത്, ഓർത്തോഗണൽ വെക്ടേഴ്സ്. ഓർത്തോ നിങ്ങൾ മിക്കവാറും ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓർത്തോ ആണ് സർജറി നടത്തുന്നതെന്നൊക്കെ പറയാറുണ്ട്. ഒരു ഓർത്തോ മീൻസ് സ്ട്രെയിറ്റ് ആയിരുന്നു, ഒടിഞ്ഞ അസ്ഥിന് നേരെയായിരുന്നു. ഓർത്തോഗണൽ മീൻസ് സ്ട്രെയിറ്റ് വെക്ടേഴ്സ് ആണ്, പക്ഷേ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, നിങ്ങൾ മാത്തമാറ്റിക്സിൽ എപ്പോഴും പഠിക്കുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു വെക്ടർ y ഡയറക്ഷനിലായിരിക്കും, ഒരു വെക്ടർ x ഡയറക്ഷനിലായിരിക്കും, ഒരു വെക്ടർ ബോർഡിൽ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റത്തില്ല, അത് z ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഒന്ന് x ആക്സിസിലായിരിക്കും, മറ്റൊന്ന് y ആക്സിസിലായിരിക്കും, മറ്റൊന്ന് z ആക്സിസിലായിരിക്കും. അങ്ങനെയുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്നതിനാണ് ഓർത്തോഗണൽ വെക്ടേഴ്സ്. അതിൻ്റെ സിമ്പല് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നീട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഐ ക്യാപ്പ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ എക്സ് ഡയറക്ഷനാണ് നമുക്ക് മനസ്സിലാക്കണം. ജെ ക്യാപ്പ് ആണെങ്കിൽ വൈ ഡയറക്ഷനാണെന്ന് മനസ്സിലാക്കണം. ഇസഡ് ഡയറക്ഷനിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് കെ ക്യാപ്പാണ്. എക്സാമ്പിൾ, ഒരു വെക്ടറിനെ ഞാനിങ്ങനെ എഴുതി വെക്കുകയാണ്, 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് മൈനസ് 2k ക്യാപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം ഈ വെക്ടർ എക്ക് മാഗ്നിറ്റ്യൂഡ് 2 ആണ്. ഇപ്പം മീറ്റർ യൂണിറ്റ് ഉണ്ടാവും മീറ്റർ. മാഗ്നിറ്റ്യൂഡ് 2 മീറ്റർ ആണ് അലോങ് എക്സ് ഡയറക്ഷൻ. ഈ ഐ ക്യാപ്പ് ഉദ്ദേശിക്കുന്ന എക്സ് ഡയറക്ഷൻ. ഇനി മാഗ്നിറ്റ്യൂഡ് 3j ആണെങ്കിൽ, ജെ ക്യാപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 മീറ്റർ ആണ് അലോങ് വൈ ഡയറക്ഷൻ. ഇനി -2 മീറ്റർ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് മൈനസ് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ഇസഡ് ഡയറക്ഷനിലാണ്. ഇത് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനാണ്. ഇതിനെതിരായിട്ട് വരക്കുന്നതാണ് നെഗറ്റീവ് ഇസഡ് ഡയറക്ഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു വെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ തന്നെ ഫിസിക്സ് അറിയാവുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലായിക്കോളും. എ എന്ന് പറഞ്ഞൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2 മീറ്റർ അലോങ് എക്സ് ഡയറക്ഷൻ ആണെന്നും 3 മീറ്റർ അലോങ് പോസിറ്റീവ് വൈ ഡയറക്ഷൻ ആണ്, 2 മീറ്റർ അലോങ് നെഗറ്റീവ് ഇസഡ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ റൈറ്റിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇനി അടുത്തത് സീറോ വെക്ടർ. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിലാക്കി എഴുത്തുള്ളതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരുപാട് സമയമുണ്ട്, നമുക്ക് അടുത്തതിലേക്ക് പോകാം. 10th സീറോ വെക്ടർ. അപ്പം അതിൻ്റെ പേരിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് 0 ആണ്, ഡയറക്ഷൻ ആർബിട്രറി. ഇനി ഈ വാക്ക് കിട്ടിയില്ലെങ്കിൽ എനി ഡയറക്ഷൻ എഴുതണം. എനി ഡയറക്ഷൻ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിൻ അല്ലെങ്കിൽ ഒരു കാറ് എ എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് ബി എന്ന് പറഞ്ഞ സ്റ്റാൻഡിൽ ചെന്നു 100 കിലോമീറ്റർ സഞ്ചരിച്ചു. തിരിച്ച് ആ കാറ് എയിലോട്ട് തന്നെ തിരിച്ചു വന്നു, മീൻസ് ബി എന്ന് എയിലോട്ട് വന്നു. അപ്പോൾ അവിടെ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ആ ഡിസ്പ്ലേസ്മെന്റ് അവിടെ 0 ആയിരുന്നു. കാരണം എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് എയിൽ തന്നെ വന്നു.
ഡിസ്പ്ലേസ്മെൻ്റ് അവിടെ 0 ആണ്. ഇനി നിങ്ങൾ കോമ്പാസ് നീഡിൽ കണ്ടു കാണും. കോമ്പാസ് നീഡിൽ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കാനായിട്ട്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് വരക്കാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ഡിവൈസാണ്. ഇതാണ് കോമ്പാസ് നീഡിൽ. ഒരു മാഗ്നറ്റിനടുത്ത് ആ മാഗ്നറ്റിൻ്റെ ഫീൽഡായിരിക്കും വലുത്. അപ്പോൾ ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിൻ്റെ ഡയറക്ഷനിൽ തന്നെ നിൽക്കും. ഇനി നമ്മളിത് നീക്കി കൊണ്ടുവരാന്നുണ്ടെങ്കിൽ ഏതൊരു പോയിന്റിൽ വരുമ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലും നീക്കും. നോർത്ത് സൗത്തിലോട്ടൊന്നുമില്ല, എങ്ങോട്ടെങ്കിലും നീക്കും. അതിൻ്റെ അർത്ഥം ആ മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പക്ഷെ മാഗ്നറ്റിൽ നിന്ന് അകന്നു പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കുറഞ്ഞു വന്ന് ഏതൊരു പോയിന്റ് വരുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡും എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ക്യാൻസൽ ആയി പോകും. അതപ്പോൾ നെറ്റ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആ പോയിന്റിൽ 0 ആയിരിക്കും. അപ്പോൾ അതും എന്തിന് എക്സാമ്പിളാണ്? 0 വെക്ടറിന് എക്സാമ്പിളാണ്. ഇനി ഒരു യൂണിഫോം മോഷനിലാണ് ഒരു ബോഡി ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആക്സലറേഷൻ 0 ആയിരിക്കും. അപ്പോൾ അത് എന്ത് തന്നെ 0 വെക്ടറാണ്. ഇനി ഒരു ബോഡീനെ ഞാൻ നേരെ മേലിലോട്ട് എറിയുകയാണെങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ അത് എന്ത് എക്സാമ്പിളാണ്? വെലോസിറ്റി 0 വെക്ടറിന് എക്സാമ്പിളാണ്. അപ്പോൾ 0 വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് 0 ആണ്, ഡയറക്ഷൻ ആർബിട്രറി. ഇപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ് കൂടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പം ഞാൻ വളരെ കുറച്ച് ടോപ്പിക്കുകൾ എടുത്തിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സമയം ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ ക്ലാസ് നടത്തി പോയെങ്കിലേ നമുക്ക് തീരത്തുള്ളൂ. അതുകൊണ്ട് നോട്ടും ഇതൊപ്പം തന്നെ കുറച്ച് പിള്ളേർ നോട്ട് എഴുതി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡിക്കലായിട്ട് ഞാനത് മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇനി നിങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ് കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. പേര് മാത്രമല്ല, ഏത് ക്ലാസ്സാണെന്നൂടെ മെൻഷൻ ചെയ്യണം. ഞാൻ പുതിയ വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി മുതലുള്ള ക്ലാസ്സൊക്കെ അതിലേക്ക് ഇടത്തുള്ളൂ. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ അതിലേക്ക് ഇടും. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾ ഈ നോട്ട്സൊക്കെ സേവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സസൊക്കെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളത് എത്ര കഷ്ടപ്പെട്ടാലും അത് കാണാതെ ഇരിക്കരുത്. എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. ശരിക്കും ഒരു ബോറിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, അതിൻ്റെ അകത്തൊരു സംശയമൊന്നുമില്ല. പക്ഷേ നമുക്കത് പ്രാവർത്തികമാക്കിയേ പറ്റൂ. ജനുവരിയിൽ തുറക്കും എന്ന് വിശ്വസിച്ചാണ് പോകുന്നത്. പിന്നെ വീട്ടിലിരുന്ന് നിങ്ങൾ ക്ലാസ് കാണുക, നോട്ട് എഴുതി വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇതിനേക്കാളുള്ളത് സ്കൂൾ തുറന്നാൽ മതിയായിരുന്നു, ഇത്രയും നോട്ട് തരുന്നു. പക്ഷേ അത് കഷ്ടപ്പെട്ടാലേ പറ്റത്തുള്ളൂ. നെല്ലിക്കയുടെ കാര്യം ഓർത്തിരുന്നേക്കുക. ആദ്യം കഴിക്കുമെങ്കിൽ പിന്നീട് മധുരിക്കും. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇന്ന് ചിലപ്പോൾ വൈകിട്ടായിരിക്കും ഇടുന്നത്. ഞാൻ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള ക്ലാസ്സിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന് മുമ്പ് നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാസ് ടേബിൾ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. നിങ്ങൾ ആ കൈറ്റ് വിക്ടേഴ്സിൻ്റെ നോട്ടൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു പേടിയൊക്കെ തോന്നുന്നു, ഇതൊക്കെ എങ്ങനെ പഠിക്കും. എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ബുക്കുണ്ട്, ക്ലാസ് ടേബിൾ എന്നാണ് അതിൻ്റെ പറയുന്ന ബുക്ക്. ആ ബുക്ക് പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ ക്ലാസ് ടേബിളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസും നിങ്ങളിപ്പോൾ ആ കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ പഠിപ്പിച്ച പല കാര്യങ്ങളും ആ ബുക്കിലുണ്ട്. ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട. ആ ബുക്ക് നമുക്ക് സ്കൂളിൽ അവൈലബിൾ ആണ്. പുറത്ത് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 25 രൂപയെങ്കിലും കൊടുക്കണം. പക്ഷേ സ്കൂളിൽ നമ്മൾ കൊടുക്കുന്നത് 20 രൂപയ്ക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ കുറവായിരിക്കും സ്കൂളിൽ നിന്ന് തരുമ്പോൾ. അതിൻ്റെ കമ്മീഷൻ ഉള്ള പൈസ കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രോഫിറ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് സ്കൂളിൽ നിന്ന് ബുക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോട്ടെല്ലാം തരുന്നുണ്ട്. പക്ഷേ നല്ല A+ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചേ പറ്റൂ. അങ്ങനെ അർഹതയുള്ള പിള്ളേർ A+
നല്ല കിട്ടുന്ന കുട്ടികൾ നിങ്ങളുടെ ഈ ക്ലാസ്സിലുണ്ട്. അതുകൊണ്ട് ആ കുട്ടികൾ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ ഇതുപോലെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കളക്ഷൻ അതൊക്കെ നമ്മൾ എടുത്തു തരാം. അതൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്ത് പോയെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു സ്കോറിങ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഡബിൾ പാസിന് വേണ്ടി പഠിക്കുക. ഡബിൾ പാസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടോട്ടൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും കൂടെ 36 മാർക്കാണ് വേണ്ടത്. ഫസ്റ്റ് ഇയറിൽ 60-ൽ 18 മാർക്ക്, സെക്കൻഡ് ഇയറിൽ 60-ൽ 18 മാർക്ക്. ഡബിൾ പാസ് മീൻസ് ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ 36 വാങ്ങിക്കുക. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഇച്ചിരൂടെ റിലാക്സ് ചെയ്ത് പിടിക്കുക. ഇനി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറഞ്ഞേക്കാം. ഫസ്റ്റ് ഇയർ ഇച്ചിരൂടെ സിമ്പിളാണ് സെക്കൻഡ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ നല്ലോണം ശ്രദ്ധിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് കുറച്ച് എഫർട്ട് എടുത്താൽ മതി. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ നല്ല രീതിയിൽ പഠിച്ചു പോകാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ശ്രമം വേണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം വളരെ കഴിവുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് എല്ലാവരുടെ സപ്പോർട്ടും നിങ്ങൾക്ക് തരും. പക്ഷേ അവർ പറയുന്നത് നിങ്ങൾ കേട്ടെങ്കിലേ അവർക്ക് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനായിട്ട് തോന്നത്തുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് സഹകരണം വേണം. അപ്പം നല്ലോണം മനസ്സ് ശാന്തമാക്കി ചിന്തിച്ച് നിങ്ങളത് എഴുതി സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.